നൽകും, രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് വായിച്ച ഈ സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനമാക്കി ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം. നമ്മളിന്നിവിടെ നിരവധിയായിട്ടുള്ള വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അധികം നമ്മൾ വചനം വിശുദ്ധ ബലിക്ക് ഇടയിൽ വേണം എന്നില്ല. എങ്കിൽ പോലും ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചിന്ത മാത്രമേ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത്, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഈ ഭാഗത്തിലെ ഒരു ആദ്യത്തെ വചനമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. അതായത്, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവരാണ് ഈ 12 പേര്. അതിലെല്ലാവരും ഉണ്ട് എന്ന് വെച്ചാൽ യൂദാസ് അടക്കം ആ 12 പേരിൽ ഉണ്ട്. നമ്മൾ ഈ ഭാഗം തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഒന്നും കൂടി മനോഹരമാണ്. അതായത്, യേശു ഈ മലമുകളിലേക്ക് എന്തിനാ കയറിയത് എന്നത് അവിടെ നല്ല ഭംഗിയായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. അതിനുശേഷമാണ് പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു മലമുകളിലേക്ക് കയറിയത് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു ശിഷ്യന്മാരെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. നാം എല്ലാവരും അനുനിമിഷവും പലവിധ തിരഞ്ഞെടുപ്പുകളിലൂടെ കടന്നു പോകുന്ന, അതിൽ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ്. അത് വലിയ കാര്യങ്ങളാകാം, ചെറിയ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലും ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാകാം, നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാകാം, നമ്മളുടെ ഭക്ഷണങ്ങളെക്കുറിച്ചാകാം, നമ്മുടെ ഇഷ്ടപ്പെട്ട കളികളെക്കുറിച്ചാകാം, അങ്ങനെ എന്തും. അങ്ങനെ നമ്മൾ എല്ലാ സമയവും നമ്മുടെ ജീവിതത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിന്ന് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിവിടെ ഈ ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, നമ്മുടെ ചിന്തകളിലൂടെ പലവിധ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഒന്ന് നമ്മുടെ മനസ്സുകൊണ്ട് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മളത് ചെയ്യും. അത് നമുക്കിഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വർത്തമാനം പറയും. കുർബാന സമയത്തായാലും അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവരിഷ്ടമുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതേത് വലുതോ ചെറുതോ ആയാലും അങ്ങനെ തന്നെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു ഈ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല തിരഞ്ഞെടുത്തത്. പിന്നെയോ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് യേശു
തിരഞ്ഞെടുപ്പ് നടത്തിയത്. നമ്മളാരെങ്കിലും നമ്മുടെ ഇഷ്ടം ദൈവത്തിന് അർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ ഇന്ന കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വലിയ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കരമായ അപകടത്തിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ കുറേയൊക്കെ ഈ നമ്മളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളതായ കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ശരിയാകും. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലോ അതൊക്കെ തെറ്റാകും, ഒക്കെ തെറ്റാകും. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു പോകാൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? ആ തെറ്റുപറ്റിയതിൻ്റെ എല്ലാം കാരണങ്ങൾ എന്താണ്? നമ്മൾ ഇപ്പോൾ നുണ പറയുക എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തുണ്ടായി? നുണയായി. അത് തെറ്റാണ്. അങ്ങനെ ഏത് ചെറുതോ വലുതോ ആയ തെറ്റുകളും സംഭവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. അത് നമ്മളുടെ മാതാപിതാക്കളാണെങ്കിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മക്കൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നൽകിയവരാണ് മക്കൾ എങ്കിൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് മക്കളെ വളർത്തണം. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടമനുസരിച്ച് മക്കളെ വളർത്തും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് ബോധപൂർവം ചിന്തിച്ച് നോക്കാം നമ്മളുടെ തിരഞ്ഞെടുപ്പ് നമ്മളെങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാകുമ്പോൾ നമ്മൾ പറഞ്ഞു അത് ലൗകികമായിട്ട് മാറും, അല്ലെങ്കിൽ അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാകും, അല്ലെങ്കിൽ അത് തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്നാലോ ദൈവത്തിനനുസരിച്ചുള്ളതാണെങ്കിലോ അത് നമുക്ക് നന്മയായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്താതെ പോകുന്നത്. ആ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇവിടെ യൂദാസ് കറിയോത്തായെ അപ്പസ്തോല ഗണത്തിലേക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് മാനുഷികമായി അത് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും യേശു യൂദാസിനെ ഈ അപ്പസ്തോല ഗണത്തിലേക്ക് എടുക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല. വെറും ഭാവന. പക്ഷേ പിതാവായ ദൈവവുമായി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞിട്ടുണ്ടാകും യൂദാസിനെയും എടുക്കണം. അത് കാര്യമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? യൂദാസിനെ എടുക്കണമെന്നായിരുന്നു. ചിലപ്പോൾ യേശുവിന് ഇഷ്ടം ഇല്ലെങ്കിൽ പോലും വെറും ഭാവന പറയുന്ന കേട്ടാ, ഇത് ബൈബിളിലുള്ള കാര്യമല്ല, വെറും ഭാവന, നമ്മൾ മാനുഷികമായിട്ട് പറയുകയാണ്. പക്ഷേ എന്തു ചെയ്തു? യേശു തൻ്റെ ഇഷ്ടം മാറ്റിവെച്ചു. അവിടുന്ന് പിതാവായി ദൈവം പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ യൂദാസിനെയും തിരഞ്ഞെടുക്കുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ ഇത് എപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സമയത്ത് മാത്രം എപ്പോഴും യേശു എപ്പോഴൊക്കെ അല്ലെങ്കിൽ ഓരോരോ തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടോ അപ്പോഴൊക്കെ പിതാവുമായി ആലോചിക്കും. അല്ലെങ്കിൽ തന്നെ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണം പോലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യുക. അവസാനം ഗെത്സമനി പ്രാർത്ഥന പോലും കർത്താവ് അതല്ല ചെയ്തത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതാണ്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു കാര്യവും യേശു ചെയ്തിട്ടില്ല. പകരം പിതാവായ ദൈവം എന്തു പറഞ്ഞുവോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് യേശു മാനുഷികമായി പറയുമ്പോൾ തന്നെ വീണ്ടും
അത് ഏറ്റവും നന്മയായിട്ട് മാറുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അത് രക്ഷയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: യേശു പറഞ്ഞതുപോലെ യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്താണ് ബുദ്ധിമുട്ട്? അത് കുറച്ച് സഹനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. കുറേശ്ശെ സഹനങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ തിരഞ്ഞെടുപ്പ് വലിയ തിരഞ്ഞെടുപ്പാണെങ്കിൽ വലിയ സഹനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും, വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? യേശുവിൻ്റെ ഇഷ്ടത്തോടെ മാറ്റിവെച്ച് നമ്മുടേതായ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പരിപാടി അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചിന്തിക്കുവാനുള്ള കാര്യം ഇതാണ്: യേശുവിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണോ ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ അനുനിമിഷവും? അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ആ സഹനം നമുക്ക് രക്ഷാകരമാണ്. ആ സഹനത്തെ പേടിച്ചിട്ട് നമ്മൾ യേശുവിനെ ഇഷ്ടമില്ലാത്ത തിരഞ്ഞെടുപ്പ് നടത്തിയാലോ അത് നമുക്ക് ശിക്ഷയായിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് രക്ഷയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. അതിനാൽ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കാം: യേശുവിൻ്റെ ഇഷ്ടം അനുസരിച്ച് എൻ്റെ ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പും നടത്തുവാൻ യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങ് എന്നോട് പറയുന്ന ആ തിരഞ്ഞെടുപ്പ് അത് എത്രമാത്രം കടുപ്പമുള്ളതായാലും, എത്രമാത്രം നഷ്ടം എനിക്ക് നൽകുന്നതായാലും, എത്രമാത്രം സഹനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായാലും അത് സ്വീകരിക്കുവാനുള്ള കൃപ, ശക്തി എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.